ഈ നട്ടാൽ കുരുക്കാത്ത നുണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതിന് നിങ്ങൾക്കൊരു തെളിവ് കാട്ടിത്തരാം. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇടതുപക്ഷ യുവജന നേതാവായിട്ടുള്ള ജെയ്സി തോമസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു? നോക്കണേ, വസ്തുതയുടെ ഒരു പിൻബലവുമില്ല. പക്ഷെ ഏതോ കേന്ദ്രങ്ങളിൽ നിന്നിങ്ങനെ ഒരു പുലബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് പഞ്ചായത്തിലെ നിരമറ്റം എന്ന വാർഡിൽ ജെയ്സി തോമസിന്റെ സ്വന്തം വാർഡിൽ കിട്ടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഇനി എന്താണ് ഇവർ പ്രചരിപ്പിച്ചതിനപ്പുറം യാഥാർത്ഥ്യമെന്നറിയണം. അത് ഞാൻ തന്നെ പറയണമെന്നില്ല, ജെയ്സി തോമസ് തന്നെ നിങ്ങളോട് പറയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന് അറിയണമല്ലോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വസ്തുതകളുടെ പിൻബലം ഉണ്ടായിരിക്കണം, അതിന് കൃത്യമായിട്ട് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. മറ്റ് കേന്ദ്രങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുക, അവഹേളിക്കുക. അതിനപ്പുറത്തേക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ജെയ്ക്കിൻ്റെ സ്വന്തം വാർഡിൽ സംഭവിച്ചത് എന്താണെന്നുള്ള യാഥാർത്ഥ്യം ജെയ്ക്കിൻ്റെ പ്രതികരണത്തിലൂടെ തന്നെ നിങ്ങൾ കേൾക്കൂ. അപ്പോൾ ജെയ്ക്ക് ഒരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ, ജെയ്ക്കിന്റെ ഈ നിരമറ്റം വാർഡില് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഒരു വോട്ടേ കിട്ടിയുള്ളൂ എന്നുള്ളൊരു വ്യാപക പ്രചരണം നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇതില് ഏതെങ്കിലും തരത്തിൽ സാമാന്യയുക്തിയുള്ള ആളുകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളതോ ആയ ഒരു കാര്യമേ അല്ല. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഏത് വാർഡിലും, അത് CPM നേതൃത്വത്തിൽ മത്സരിക്കണമെന്നില്ല, ഏത് വാർഡിലും ഈ പറയുന്ന സംഖ്യയിൽ ഒരു വോട്ട് കിട്ടില്ല എന്നുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന, അങ്ങനെ ഒരു കാര്യമുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ എന്റെ വാർഡിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, എന്റെ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ മണർകാട് ഗ്രാമപഞ്ചായത്താണ്. മണർകാട് ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ തവണ എന്റെ വീടിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് 15ാം വാർഡായിരുന്നു. ആ വാർഡ് ഇത്തവണ 2ആയി വിഭജിക്കപ്പെട്ടു. അപ്പൊ കഴിഞ്ഞ തവണ വിഭജിക്കപ്പെട്ട 15ാം വാർഡില് നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ജോമോൾ ജനീഷാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിജയിച്ചിരുന്നു. അവർ തന്നെയാണ് ആ വാർഡിൽ വീണ്ടും മത്സരിച്ചിരുന്നതും. ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ പുതിയ വാർഡായിട്ടുള്ള 17ാം വാർഡ്, എന്റെ വീടിരിക്കുന്ന ഒരു നിശ്ചിത ഭാഗം മാത്രം പുതിയ വാർഡായി മാറി. ആ 17ാം വാർഡിൽ ഇത്തവണ മത്സരിച്ചിരുന്നത് CPM ചിഹ്നമായിട്ടുള്ള അരിവാൾ സിറ്റി നക്ഷത്രത്തിൽ പാർട്ടി അംഗമായിട്ടുള്ള രജിത അനീഷാണ്.